ഗുഡ് മോർണിംഗ് മധു. ഇന്ന് ഏറെ നിർണായകമായ ഒരു അഭിസംബോധന കാത്തിരിക്കുകയാണ് ലോകം. ട്രംപിന്റെ അമേരിക്കക്കാരുള്ള അഭിസംബോധന ഏതാണ്ട് മിനിറ്റുകൾക്കകം ആരംഭിക്കും. ഇന്നലെ രാത്രിയിലും വന്നു പ്രസ്താവന, യുദ്ധം ഉടൻ അവസാനിക്കും, കരാറില്ലാതെ തന്നെ അവസാനിക്കുമെന്നൊക്കെ ഉള്ളത്. അതിനെ തള്ളി ഇറാൻ രംഗത്ത് വരുന്നു. നിർണായകമായ അഭിസംബോധനയിൽ എന്തെങ്കിലും ഒരു പ്രഖ്യാപനം പ്രതീക്ഷിക്കേണ്ടതുണ്ടോ? ഗുഡ് മോർണിംഗ് ഗോകുൽ, അമൃത. ഇറാൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഈ യുദ്ധത്തിൽ ഇതുവരെയുള്ള പുരോഗതിയും അതുപോലെ മുന്നോട്ടുള്ള നയങ്ങളും വിശദീകരിക്കുവാൻ കൃത്യമായിട്ട് പറഞ്ഞാൽ 15 മിനിറ്റിനുള്ളിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രാജ്യത്തെ അഭിസംബോധന ചെയ്യും. അത് മാത്രമല്ല, ഈ വരും ആഴ്ചകളിൽ യുദ്ധം അവസാനിപ്പിക്കുവാൻ കഴിയുമെന്നുള്ള ഒരു ശുഭപ്രതീക്ഷ ഡൊണാൾഡ് ട്രംപ് പങ്കുവെക്കുമെന്നുള്ള സൂചനകളാണ് വാഷിംഗ്ടണിൽ നിന്ന് ലഭിക്കുന്നത്. ഇറാന്റെ മിസൈൽ ഉൽപാദന കേന്ദ്രങ്ങൾ തകർക്കുക, അതുപോലെ ഇറാൻ നാവികസേനയെ നിഷ്ക്രിയമാക്കുക, ഇറാൻ അനുകൂല പ്രോക്സി ഗ്രൂപ്പുകളുണ്ട്, അവയെ ഇല്ലാതാക്കുക, ഇത് കൂടാതെ അവരുടെ ആണവശേഷി ഇല്ലാതാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങൾ മുൻനിർത്തി നടത്തിയ ഈ യുദ്ധത്തിലെ പുരോഗതി അമേരിക്കൻ ജനതയോട് വിശദീകരിക്കേണ്ട ഒരു ബാധ്യത പ്രസിഡന്റ് ട്രംപിനുണ്ട്. അതെന്താണെന്ന് കേൾക്കാൻ വേണ്ടി രാജ്യം കാത്തിരിക്കുകയാണ്. 2 മുതൽ 3 ആഴ്ചക്കുള്ളിൽ ഇറാനിലെ ദൗത്യം പൂർത്തിയാക്കി സൈന്യത്തിന് മടങ്ങാൻ കഴിയുമെന്ന് ട്രംപ് രാജ്യത്തിന് ഉറപ്പ് നൽകും എന്നുള്ളൊരു സൂചനകളും രാവിലെ മുതലേ ലഭിക്കുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ഈ നിലവിലെ യുദ്ധം ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണെന്ന് ചോദിച്ച് മറ്റൊരു സസ്പെൻസ് സൃഷ്ടിച്ചിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ. അദ്ദേഹം അമേരിക്കൻ ജനതയ്ക്ക് കത്തെഴുതിയാണ് ഇത് ചോദിച്ചത്. ഇത് വലിയ വാർത്തയായി മാറിയിരിക്കുകയാണ്. ഇസ്രായേലിന് വേണ്ടിയുള്ള ഒരു പ്രോക്സി യുദ്ധത്തിലാണ് അമേരിക്ക ഏർപ്പെട്ടിരിക്കുന്നതെന്നാണ് അദ്ദേഹം ആരോപിച്ചത്. ഏറ്റുമുട്ടലോ അല്ലെങ്കിൽ ചർച്ചകളോ ഇതിലേതാണ് വേണ്ടതെന്ന് അമേരിക്കയ്ക്ക് തീരുമാനിക്കാം, എന്നാൽ ഏത് അധിനിവേശത്തെയും അതിജീവിക്കുവാൻ ഇറാന് സാധിക്കുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അത് മാത്രമല്ല, ഈ ആക്രമിക്കാൻ വന്നവരെല്ലാം ചരിത്രത്തിന്റെ ചവറ്റുകുട്ടയിലായെന്നുള്ള കാര്യം മറക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് പറയുന്നു. അതേസമയം ഈ നേറ്റോയെ വീണ്ടും പരിഹസിച്ചുകൊണ്ട് ട്രംപ് ഇന്ന് വന്നിരിക്കുകയാണ്. പേപ്പർ ടൈഗർ അല്ലെങ്കിൽ കടലാസ് പുലി എന്നാണ് ട്രംപ് ഇന്ന് വീണ്ടും അവരെ വിശേഷിപ്പിച്ചത്. ഇറാനെ ഒറ്റയ്ക്ക് നേരിടുവാൻ അമേരിക്കയ്ക്ക് കരുത്തുണ്ടെന്ന് ട്രംപ് അവകാശപ്പെട്ടു. അത് മാത്രമല്ല, ഈ നേറ്റോ എന്ത് ചെയ്യുമെന്ന് അറിയാൻ വേണ്ടി മാത്രമാണ് അവരുടെ സഹായം ചോദിച്ചത്. അവരുടെ സഹായം അമേരിക്കയ്ക്ക് ഒരിക്കലും ആവശ്യമില്ലായിരുന്നു. അത് മാത്രമല്ല, ഈ യുദ്ധം കഴിഞ്ഞതിന് ശേഷം സഹായിക്കാമെന്ന് പറഞ്ഞു വന്ന ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണിനെയും അതുപോലെ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറിനെയും ട്രംപ് പരിഹസിക്കാൻ മറന്നില്ല. യുദ്ധം ജയിച്ചതിന് ശേഷം ഇവരുടെ ആരുടെയും സഹായം വേണ്ടെന്ന് അവരോട് പറഞ്ഞതായിട്ട് ട്രംപ് പറഞ്ഞു. അതേസമയം ഈ നേറ്റോ സഖ്യത്തിനുള്ള ഈ ഭിന്നത രൂക്ഷമാകുന്നതിനിടയിൽ സെക്രട്ടറി ജനറൽ മാർക്ക് റൂട്ടെ അടുത്തയാഴ്ച വാഷിംഗ്ടൺ സന്ദർശിക്കും. ട്രംപും ഈ മാർക്ക് റൂട്ടയും തമ്മിൽ വളരെ നല്ല വ്യക്തിബന്ധമുണ്ട്. എന്നാലും ഈ നേറ്റോ സഖ്യത്തിന്റെ ഭാവി സംബന്ധിച്ചുള്ള ഒരു ചോദ്യം ഈ സമയം ഈ അന്തരീക്ഷത്തിൽ ഉയർന്നു നിൽക്കുകയാണ്. ഇത് സംബന്ധിച്ചുള്ള സൂചനകളും ഡൊണാൾഡ് ട്രംപ് ഇന്ന് പങ്കുവെക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗോകുൽ, അമൃത. ശരി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.